ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കടച്ചക്കയുടെ ഒരു വറുത്തരച്ച കറി. അതായത് കടച്ചക്ക നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടോ എന്നറിയില്ല. ഇതാണ് സംഭവം, സീമച്ചക്ക. അപ്പോൾ ഇത് ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഈ ഒരു പരുവത്തിലായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അവൻ്റെ തനി നിറം മാറി. എന്നോടുള്ള കലിപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതേ ഇങ്ങനെയായി. അവൻ്റെ പിണക്കൊന്ന് മാറ്റാനായി ഞാനിതേ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചുവന്ന തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ. അതൊന്ന് ചെറുതായി സ്ലൈസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതേ മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തു. 2 സവാള, അല്ലെങ്കിൽ വലിപ്പമുള്ളതാണെങ്കിൽ വലിയ ഒരു സവാള തന്നെ മതി. എൻ്റെ ചെറിയ സവാളയായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഒരു ആട്ടുകല്ല്, ഒരു ഇടിക്കുന്ന കല്ലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. ഇത് എല്ലാത്തിനും ഒന്ന് ചതച്ച് ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി. ഒരു പച്ചമുളകും കൂടെ വെച്ചപ്പോൾ സെറ്റ്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കറിവേപ്പിലയുടെ കുറവ് കൂടെ ഇല്ലേ? ശരി, കിടക്കട്ടെ. ഒരു ഭംഗിക്കായി ഒരു കറിവേപ്പില കൂടെ. ഇതുപോലെ ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ ചിരകിയെടുക്കുന്നത്. നമുക്ക് വറുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് തേങ്ങ ചിരകിയെടുത്തിട്ടുള്ളത്. തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായി ഇതിലേക്ക് പെരിഞ്ജീരകം, ഒരു തക്കോലം, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ പട്ട, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ മതി. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ തേങ്ങ വാടി കിട്ടാൻ വേണ്ടി പെട്ടെന്നൊന്നും ഫ്ലെയിം കൂട്ടി വെച്ച് ആക്കല്ലേ. നന്നായിട്ട് ഇളക്കി തന്നെ കൊടുക്കുക. ഒരു തണ്ട് കരിവേപ്പില കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ചെറുതായി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കളറിലായപ്പോൾ ഫ്ലെയിം ഓഫാക്കി. ഇനി ഇതൊന്ന് നന്നായി ചൂട് തണിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കടച്ചക്ക മുറിച്ചെടുക്കാം. കടച്ചക്ക മുറിച്ചെടുത്തപ്പോൾ നല്ല ഫ്രഷായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് തന്നെ ആളുടെ കളറൊക്കെ മാറി ഈ ഒരു ഷെയ്ഡിലായി. നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇത് മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള കൂണ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് ഒഴിവാക്കും നമ്മൾ. ഇനി ഒരു പരന്നൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നു. പെട്ടെന്ന് വാടിക്കിട്ടാൽ ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒന്ന് തുറന്നതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുള്ള കടച്ചക്ക കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടച്ചക്ക വേകാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, നമ്മുടെ കറി എത്രത്തോളം വേണോ അത്രയും ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട വറുത്തരച്ച തേങ്ങ തയ്യാറാക്കാം. അപ്പോൾ വറുത്ത തേങ്ങ ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഒക്കെ സെറ്റായി റെഡിയാക്കി ഞാൻ വെച്ചു. അപ്പോഴേക്കും പണി കിട്ടി, കറണ്ട് പോയി. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെയായി സ്ഥിതി. ഏട്ടന് അമ്മിയിൽ അരച്ച കറിയായിരുന്നു ഇഷ്ടം. അതേ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ അരപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഇത് ഏറെക്കുറെയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കടച്ചക്ക അധികം വേവൊന്നുമില്ല. അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പൊടിയുടെ കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മധുരിപ്പുള്ള ചക്കയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വറുത്തരച്ച കറി റെഡിയായി. കുറച്ച് വെളിച്ചെണ്ണ കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കടച്ചക്ക കണ്ടാൽ വാങ്ങാതിരിക്കാൻ മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്.